Welcome back to EduSpark. തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ബി.എഡ് സ്ട്രീമിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റായ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്താണ് എൻവയോൺമെൻറ്റ്, അതിൻ്റെ ടൈപ്സ് ആൻഡ് കോമ്പണൻറ്റ്സ് എന്തൊക്കെയാണ് എന്നതുവരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. സോ ഇന്ന് നമുക്ക് 4 ടോപ്പിക്കുകളാണ് ഇന്ന് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻവയോൺമെൻറ്റൽ ഇൻ്റലിജൻസ്, എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ്, എൻവയോൺമെൻറ്റൽ അവയർനെസ്, എക്കോളജിക്കൽ ഇൻ്റലിജൻസ് ആൻഡ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. ഈ 4 ടോപ്പിക്കുകളായിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എൻവയോൺമെൻറ്റൽ അവയർനെസ്. എന്താണ് എൻവയോൺമെൻറ്റൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ? എൻവയോൺമെൻറ്റൽ അവയർനെസ് മീൻസ് being aware of the natural environment and making choices that benefit the earth rather than hurt it. എൻവയോൺമെൻറ്റൽ അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടെന്നും ആ എൻവയോൺമെൻറ്റിനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നും, പകരം അതിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും മനസ്സിലാക്കുന്ന ആ സാമാന്യ ബോധത്തിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ അവയർനെസ് എന്ന് പറയുന്നത്. Humans have a moral obligation to protect the environment and to promote the sustainable development of the planet for future generations. ഇപ്പോൾ വേറെ ഒരു സ്പീഷീസിനും വേറൊരു ഓർഗാനിസത്തിനും ചെയ്യാൻ പറ്റാത്ത, ഹ്യൂമൻസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. എൻവയോൺമെൻറ്റൽ അവയർനെസ് മീൻസ് മേക്കിംഗ് ദ ഇൻഡിവിജ്വൽ കോൺഷ്യസ് അബൌട്ട് physical, biological, social and cultural aspects of environment. എൻവയോൺമെൻറ്റൽ അവയർനെസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മനുഷ്യനെ നമ്മൾ അവെയർ ആക്കുകയാണ്, കോൺഷ്യസ് ആക്കുകയാണ്. എന്തിനെ പറ്റിയിട്ട്? അബൌട്ട് ദ ഫിസിക്കൽ, ബയോളജിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെൻറ്റ്. വേസ് ടു പ്രാക്ടീസ് എൻവയോൺമെൻറ്റൽ അവയർനെസ്: using safe and non-toxic materials, conserving energy and water, recycling, ഫോളോവിങ് എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ. അങ്ങനെ ഒരു എൻവയോൺമെൻറ്റൽ അവയർനെസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? വി ഷുഡ് കൺസേർവ് എനർജി, വി ഷുഡ് കൺസേർവ് വാട്ടർ, റീസൈക്ലിംഗ് ചെയ്യണം, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ അവയർനെസ്? എൻവയോൺമെൻറ്റൽ അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടെന്നും ആ എൻവയോൺമെൻറ്റിനെ ഹേർട്ട് ചെയ്യാതെ അതിനെ ബെനിഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നും സ്വയം തോന്നുന്ന ആ മിനിമം ബോധത്തിനെയാണ് എൻവയോൺമെൻറ്റൽ അവയർനെസ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ്. എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ്, the collection of beliefs and behavioral intentions a person holds regarding environmentally related activities or issues. It is simply your belief and your behavioral intentions towards the environmentally related activities or issues. ഒരു എൻവയോൺമെൻറ്റിൽ ഒരു വലിയൊരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അതിനോടുള്ള നിങ്ങളുടെ ബിലീഫും നമ്മുടെ ആറ്റിറ്റ്യൂഡും എന്താണ്? അതാണ് എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡിന് 3 കോമ്പണൻറ്റ്സ് ആണുള്ളത്: കോഗ്നിറ്റീവ് കോമ്പണൻറ്റ്, എഫക്റ്റീവ് കോമ്പണൻറ്റ് ആൻഡ് ബിഹേവിയറൽ കോമ്പണൻറ്റ്. എന്താണ് കോഗ്നിറ്റീവ് കോമ്പണൻറ്റ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ബേസ്ഡ് primarily on a person's belief about the environment. എന്താണ് എൻവയോൺമെൻറ്റ് എന്നതിനെ പറ്റി ഒരാൾക്കുള്ള ബിലീഫിനെയാണ് കോഗ്നിറ്റീവ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത്. ദെൻ the person's feelings and his values than their beliefs. അപ്പോൾ അയാളുടെ വിശ്വാസങ്ങളെക്കാളും അതിനേക്കാളും മുമ്പിലായിട്ട് അയാൾക്ക് ആ എൻവയോൺമെൻറ്റിനോടൊരു ഫീലിംഗ് എൻവയോൺമെൻറ്റിനൊരു വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഹീ ഈസ് ഹാവിങ് ദ എഫക്റ്റീവ് കോമ്പണൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ്. ആൻഡ് ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. സോ ഐ എം പ്ലാനിങ് ടു എനിക്കത്
ഒഴിവാക്കി കിട്ടണം. സോ നമുക്കറിയാം അത് കത്തിക്കാൻ പാടില്ല കാരണം എൻവയോൺമെൻറ്റിന് അത് മോശമാണ്, എൻവയോൺമെൻറ്റിനെ അത് പല രീതിയിലും ബാധിക്കും എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് മൈ കോഗ്നിറ്റീവ് കോമ്പണൻറ്റ്. ആൻഡ് ഐ ഫീൽ പിറ്റി ഓൺ ദ എൻവയോൺമെൻറ്റ് ബിക്കോസ് മെനി പീപ്പിൾ ആർ ത്രോവിങ് ദ പ്ലാസ്റ്റിക് തിങ്സ് ഔട്ട് സൈഡ്. അപ്പോൾ എനിക്ക് അതിനോടൊരു ഒരു ഫീലിംഗ് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് മൈ എഫക്റ്റീവ് കോമ്പണൻറ്റ് of environmental attitude. And what I'm doing, I'm recomposing or recycling the plastic. So that is my behavioral component. So what is behavioral component? Based on observations of how one behaves towards the environment. എൻവയോൺമെൻറ്റിലേക്ക് ഒരാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിനെയാണ് ബിഹേവിയറൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത്. So now our environment has degraded. Environmental degradation has been took place. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് റിപ്പയർ ചെയ്യണം എൻവയോൺമെൻറ്റിനെ. അങ്ങനെ എൻവയോൺമെൻറ്റിനെ റിപ്പയർ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ് ആൻഡ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. എക്കോളജിക്കൽ ഇൻ്റലിജൻസും എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം ഫോർ or to protect the environment-നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എൻവയോൺമെൻറ്റ് ഹാസ് ബീൻ ഡിഗ്രേഡഡ്, ഇറ്റ് നീഡ്സ് അർജൻറ്റ് റിപ്പയർ. ഫോർ ദാറ്റ് യു നീഡ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ് ആൻഡ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഫോർ ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ എന്താണ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ് ആൻഡ് എന്താണ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻവയോൺമെൻറ്റിനെ റിപ്പയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അമേരിക്കൻ സൈക്കോളജിസ്റ്റും സയൻസ് ജേർണലിസ്റ്റുമായ ഡാനിയൽ ഗോൾമാന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലുള്ള എക്കോളജിക്കൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. Human beings do not have any sensors designed to warn themselves about the innumerable ways of how human activities cause damages to planet Earth. പ്ലാനറ്റ് എർത്തിന് നമ്മുടെ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുത്തുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെൻസേഴ്സും നമുക്ക് മനുഷ്യന്മാർക്ക് ഇല്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വല്ല പ്രശ്നങ്ങളും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്ത് ക്വേക്ക് ഉണ്ടാവും, സുനാമി ഉണ്ടാവും, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും എന്നൊക്കെ ബാക്കിയുള്ള മൃഗങ്ങൾക്കൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സെൻസ് ഉണ്ടെങ്കിലും മനുഷ്യന്മാർക്ക് ഈ പറയുന്ന യാതൊരു സെൻസും ഇല്ല. He emphasized the need for ecological intelligence in human beings to understand the pain of planet Earth and to work together to protect planet Earth for the continued survival of all organisms. So he says that ecological intelligence എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഇൻ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന്മാരിൽ. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരിൽ എക്കോളജിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടാവേണ്ടത്? To understand the pain of planet Earth and to work together to protect the planet Earth for the continued survival of all organisms. അപ്പം മനുഷ്യർക്കുള്ളിൽ എക്കോളജിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? പ്ലാനറ്റ് എർത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വി ഹാവ് ടു വർക്ക് ടുഗെദർ ടു സേവ് ദ പ്ലാനറ്റ് എർത്ത്, നോട്ട് ഓൺലി ദ പ്ലാനറ്റ് എർത്ത് ബട്ട് ഓൾ ദ ഓർഗാനിസംസ്. ഇപ്പോഴും അദ്ദേഹം എന്താണ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. വി ഹാവ് ജസ്റ്റ് എക്സ്പ്ലെയിൻഡ് വൈ എക്കോളജിക്കൽ ഇൻ്റലിജൻസ് ഈസ് നെസസറി. നൗ വാട്ട് ഈസ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ്? Ecological intelligence refers to humans' collective ability to understand the human impacts on ecosystem and to act in ways that improve them. അപ്പോൾ എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ദ ഹ്യൂമൻസ് കളക്റ്റീവ് എബിലിറ്റി, ഒരാളുടെ ഒറ്റയ്ക്കുള്ള എബിലിറ്റി അല്ല, കളക്റ്റീവ് എബിലിറ്റിയാണ്. എന്തിന്? ടു അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ ഇമ്പാക്ട്സ് ഓൺ എക്കോസിസ്റ്റം. മനുഷ്യൻ എക്കോസിസ്റ്റത്തിന് എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് വരുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ആൻഡ് ദെൻ ടു ആക്ട് ഇൻ വേസ് ടു ഇംപ്രൂവ് ദം. അതിൽ നിന്നും ഒരു ഇംപ്രൂവ്മെൻ്റ് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ പറ്റിയിട്ടുള്ള അറിവിൻ്റെ ഒരു കളക്റ്റീവ് എബിലിറ്റീനെയാണ് നമ്മൾ എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എക്കോസിസ്റ്റത്തിൽ എന്തോരം ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിനെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതിനെ പറ്റിയിട്ടുള്ള മനുഷ്യൻ്റെ കളക്റ്റീവ് എബിലിറ്റീനെയാണ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്.
The main aim of ecological intelligence are to develop social and environmental responsibility and awareness, to think critically, to pursue cooperative learning, and to bring about behavioral changes in long term. അപ്പോൾ മെയിൻ എയിം ഓഫ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡെവലപ്പ് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് അവയർനെസ്. എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടും സൊസൈറ്റീനെ പറ്റിയിട്ടും നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയും അവെയർനെസ്സും ജനറേറ്റ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് എൻവയോൺമെൻറ്റിനെ പറ്റി നമുക്കൊരു അവെയർനെസ്സും റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്? ടു തിങ്ക് ക്രിട്ടിക്കലി, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ടു ബ്രിങ് ദ ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ ലോങ് ടേം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക് കവേഴ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ പ്ലാസ്റ്റിക് കവേഴ്സ് എല്ലാം എൻവയോൺമെൻറ്റിലിട്ടാൽ പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിന് വേണ്ട രീതിയിൽ അതിൻ്റെ മാലിന്യ സംസ്കരണം നമ്മൾ നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഐ എം നോട്ട് ത്രോയിങ് ദ പ്ലാസ്റ്റിക് കവേഴ്സ് എനി മോർ ഔട്ട്സൈഡ്, ഇനി ഞാൻ ഒരിക്കലും പുറത്തേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടില്ല, പകരം ഞാനത് കറക്റ്റായ രീതിയിൽ ഞാനത് സംസ്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വന്നു, റൈറ്റ്? അപ്പം അങ്ങനെ കൊണ്ടുവരാൻ, അത് അങ്ങനെ കൊണ്ടുവരിക, ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് എക്കോളജിക്കൽ ഇൻ്റലിജൻസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. Ecological intelligence would be increased by giving inputs related to environment and environmental problems to environmental education. സോ എക്കോളജിക്കൽ ഇൻ്റലിജൻസ് കൊണ്ടുവരണമെങ്കിൽ എല്ലാവർക്കും നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ? നാച്ചുറൽ റിസോഴ്സിനെ പറ്റി അറിയുക, എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ പറ്റിയിട്ടും ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടും നമുക്കുള്ള അറിവ്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ലൈക്ക് ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻസ്, എക്സ്റ്റൻഷൻ ഓഫ് സ്പീഷീസിനെ പറ്റിയൊക്കെ നമുക്കുള്ള അറിവ്. Ecologically intelligent person will have the understanding strategies to protect environment. ഇത് മാത്രമല്ല, പ്രോബ്ലംസ് എന്തൊക്കെയുണ്ട് എൻവയോൺമെൻറ്റിൽ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അതിൽ നിന്നും എൻവയോൺമെൻറ്റിനെ രക്ഷിക്കാനുള്ള സ്ട്രാറ്റജീസും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള ബിഷ്ണോയ് ചിപ്കോ, സൈലന്റ് വാലി, നർമ്മദ ബച്ചാവോ ആന്തോളം പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ പറ്റി നമുക്ക് അറിവുണ്ടായിരിക്കണം. എൻവയോൺമെൻറ്റൽ കോൺഫറൻസസ് നടക്കുന്നതിനെ പറ്റിയിട്ട് അറിയണം. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നല്ല എൻവയോൺമെൻറ്റൽ എത്തിക്സ് ഉണ്ടായിരിക്കണം. ഒരു നല്ല എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിൽ നല്ലൊരു കരിക്കുലം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സയൻസിനെയും ടെക്നോളജിനെയും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ when a person is aware of all these things, he is said to be ecologically intelligent. ഇങ്ങനെ ഈ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് അറിവുണ്ടെങ്കിൽ we can say that he is ecologically intelligent. ഇനി ഇതിൽ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക് കൂടെ നമുക്ക് എടുക്കാനുണ്ട്, പക്ഷെ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. താങ്ക് യു ഫോർ ലിസണിങ് ടു മൈ ക്ലാസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു.